LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നവംബർ 29-30 തീയതികളിൽ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ 29-30 തീയതികളിലായി നടത്തുന്നു. നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന വിവിധ കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാറുകൾ, വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന കരിയർ മേഖലയിൽ ഊന്നിയ ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണം, കേഡാറ്റ്, അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചു. ഈ കരിയർ എക്സ്പോയിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ദിശയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിചാരിച്ചാൽ അതിലേക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിലേക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോലും പോകുന്നു. അപ്പോൾ അതിന് ഒരു നല്ലൊരു ക്ലാസ് കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ഇത് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇത് കൂടുതലായിട്ട് ഉള്ളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാക്കി തീർക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും കൂടി അറിവിന്റെ ആ ഒരു വെളിച്ചം പകർന്നു നൽകാൻ കൂടി ഈ ഒരു എക്സ്പോക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു. കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയ് അധ്യക്ഷനായിരുന്നു. സർവാത്മനായിട്ടുള്ള സഹകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏറ്റവും മികച്ച നിലയിൽ പ്രോഗ്രാം നടത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. കാരണം ഈ പ്രോഗ്രാമിന് ഒരു ടെലിഫോൺ കോളിൻ്റെ ദൂരത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് കാണിച്ചതിനും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. പരിമിതമായ സൗകര്യങ്ങളെന്നൊന്നും പറയേണ്ടതില്ല. കാരണം ഒരു 125 വർഷം പാരമ്പര്യം ഉള്ള ഒരു വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എല്ലാ അധ്യാപകരും കരിയർ ഗൈഡും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നടപ്പാക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. വൈസ് ചെയർമാൻ MJ രാജു, MD നിതിൻ, വാർഡ് കൗൺസിലർ EG ശശി, പ്രിൻസിപ്പാൾ വീണ SV, ഹെഡ്മാസ്റ്റർ സിനി, SMC ചെയർമാൻ വിനു MJ, PTA വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, കരിയർ ഗൈഡൻസ് എറണാകുളം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രമോദ് മാല്യങ്കര എന്നിവർ പ്രസംഗിച്ചു. കരിയർ സെമിനാറുകൾ ഓരോ വിഷയ അടിസ്ഥാനത്തിൽ ഓരോ മണിക്കൂർ കൊണ്ട് ഓരോ കരിയർ മേഖലയെക്കുറിച്ച് വിദഗ്ധമായ ആളുകൾ സംസാരിക്കും. അതേസമയം തന്നെ ഇവിടെ 13 കമ്പ്യൂട്ടർ ലാബിലുള്ള 13 കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരള ഡിഫറൻഷ്യൽ ലാബ് ടെസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുകയാണ്. പ്രത്യേകിച്ച് 10th-ലെയും 11th-ലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള ഡിഫറൻഷ്യൽ ലാബ് ടെസ്റ്റ് നമ്മൾ നടത്തും. അതിനുശേഷം ലാസ്റ്റ് ദിവസം രാവിലെ ആഫ്റ്റർനൂൺ സെഷനിൽ കുട്ടികൾ തന്നെ അവതരിപ്പിക്കുന്ന പേപ്പർ അവതരണം ഉണ്ടാവും. അതോടുകൂടിയാണ് നമ്മുടെ ദിശ പൂർണ്ണമായി തീരുന്നത്. ഇതാണ് ഈ പരിപാടിയെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം. ദിശ പരിപാടിയുടെ വിജയത്തിനായി 51 അംഗങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചു.